ഇന്ത്യക്കെതിരായ ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടത്തിൽ സ്ലോ ബാറ്റിംഗിന്റെ പേരിൽ വലിയ പരിഹാസങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങുകയാണ് പാകിസ്ഥാൻ ടീം. മൂന്നാം വിക്കറ്റിൽ പാകിസ്ഥാൻ നായകൻ മുഹമ്മദ് റിസ്വാനും സൗദ് ഷക്കീലും തമ്മിലുള്ള ഒച്ചിഴിയുന്ന വേഗതയുള്ള അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടിനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ആരാധകർ പരിഹസിച്ചിരിക്കുന്നത്. ബാറ്റിംഗ് ഏറെ ദുഷ്കരമായ ദുബായിലെ സ്ലോ പിച്ചിൽ ഇന്ത്യയുടെ ബോളിംഗ് ആക്രമണത്തിനെതിരെ പാക് ബാറ്റർമാർ റണ്ണെടുക്കാനാവാതെ തുടക്കം മുതൽ വിയർത്തു. ഇതോടെ മത്സരവും വിരസമായി തീർന്നു. ക്രിക്കറ്റ് പ്രേമികളെ ചൊടിപ്പിച്ചതും ഇതായിരുന്നു. പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അവർ ആഞ്ഞടിക്കുകയും ചെയ്തു. മുഹമ്മദ് റിസ്വാനും സൗദ് ഷക്കീലും ചേർന്ന കൂട്ടുകെട്ടാണ് ക്രിക്കറ്റ് പ്രേമികളുടെയും ഇന്ത്യൻ ടീമിൻ്റെയും ക്ഷമ പരീക്ഷിച്ചത്. റണ്ണെടുക്കുന്നതിനേക്കാൾ വിക്കറ്റ് കൈവിടാതെ നോക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. പാക് ഇന്നിങ്സിലെ ആദ്യ അർദ്ധ സെഞ്ചുറി 58 ബോളുകളിലായിരുന്നു. പക്ഷേ അടുത്ത 50ക്കായി റിസ്വാൻ സൗദ് ജോഡിക്ക് വേണ്ടി വന്നത് 94 ബോളുകളാണ്. 10ാം ഓവറിൽ ഇമാമുള്ളക്ക് റണ്ണൌട്ടായ ശേഷമാണ് ഈ ജോഡി ക്രീസിലേക്ക് എത്തിയത്. പാക് ടീം അപ്പോൾ 2-ന് 52 റൺസ് എന്ന നിലയിലായിരുന്നു. തുടർച്ചയായി 32 പന്തുകൾ ഒരു ബൗണ്ടറി പോലും ഇല്ലാതെ ഈ ജോഡി വലഞ്ഞു. ഇതിനുശേഷം ഒരു 4 അടിച്ചുകയും പിന്നീട് ബൗണ്ടറി ദാരിദ്ര്യമുണ്ടായി. തുടരെ 54 പന്തിൽ ഒരു 4 പോലും അടിക്കാൻ അവർക്കായില്ല. മുഹമ്മദ് റിസ്വാൻ സൗദ് ഷക്കീൽ കോംബോ 50 റൺസിന്റെ കൂട്ടുകെട്ടതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ട്രോളുകൾ വന്നത്. പാകിസ്ഥാൻ ടീം ഏതു തരത്തിലുള്ള ക്രിക്കറ്റാണ് കളിക്കുന്നത്? ഏകദിന മത്സരം എന്നവർ ടെസ്റ്റാക്കി മാറ്റിയോ? ഈ തരത്തിലുള്ള സ്ലോ ബാറ്റിംഗ് ആധുനിക ക്രിക്കറ്റിൽ ഇപ്പോൾ കാണാനാവില്ലെന്നും ആരാധകർ കുറിച്ചു. പാകിസ്ഥാൻ ടീമിന് നാണമില്ലേ? 94 പന്തിൽ 50 റൺസ് എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ മത്സരത്തിൽ ഇനി പാക് ടീം തോൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ കാരണം അതുതന്നെയായിരിക്കുമെന്നും ആരാധകർ പരിഹസിച്ചു. പ്രാചീന കാലത്തെ ക്രിക്കറ്റാണ് ഇപ്പോൾ പാകിസ്ഥാൻ ടീം കളിക്കുന്നത്. 50 റൺസിലേക്ക് എത്താൻ 100-നകത്ത് ബോളുകൾ വേണം. ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് എത്താൻ ഇത് അംഗീകരിക്കാം. പക്ഷെ വൈറ്റ് ബോളിൽ ഇത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ആരാധകർ കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരങ്ങളുടെ രസംകൊല്ലിയെ മാറിയിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഈ പോരാട്ടം എന്ന് പറയാം. മത്സരം പുരോഗമിക്കുമ്പോൾ ആരാധകർക്ക് വലിയ മടുപ്പ് ഇതിനോടകം തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്താൻ ഇന്ത്യൻ താരങ്ങൾക്ക് സാധിച്ചതുകൊണ്ട് മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരാൻ ഇന്ത്യക്ക് സാധിച്ചു. അത് വലിയ രീതിയിൽ ആശ്വാസം പകരുന്നുണ്ടെങ്കിലും മത്സരത്തിൽ രസം കൊല്ലിയായത് പാകിസ്ഥാന്റെ ഒച്ചിരിയുന്ന പോലെ ബാറ്റിംഗ് തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല.